ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി ശ്രീമതി KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചിരിക്കാണ്. ടീച്ചർ, ഈ പാറ്റാ സമരത്തിനെതിരായ പരാമർശത്തിന്റെ പേരിലാണ് TG യെ വേട്ടയാടുന്ന സമീപനം പോലീസ് സ്വീകരിച്ചത്. വീട്ടിൽ കയറിയാണ് മണിക്കൂറുകൾ നീണ്ടു നിന്ന ചോദ്യം ചെയ്യൽ, പിന്നീട് കസ്റ്റഡിയിലെടുക്കുന്ന സമീപനം. അദ്ദേഹത്തെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരികയാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു സാഹചര്യത്തെ താങ്കൾ? ഇവിടെ രണ്ടു കൂട്ടരും മത്സരിക്കുകയാണ്. കഴിഞ്ഞ മന്ത്രിസഭ LDFന്റെ മന്ത്രിസഭ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്മാരെയും കുടുംബാംഗങ്ങളെയും വേട്ടയാടി അവരുടെ ആനന്ദം കണ്ടെങ്കിൽ, ജിഹാദികളെ സുഖിപ്പിച്ചെങ്കിൽ, ഇപ്പോ അതിന് മറുമരുന്നുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് UDF. ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഒരു ചോദ്യ പേപ്പറിൽ ഒരു ചോദ്യം ഇട്ടതിന്റെ പേരിൽ ഒരു അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കാസർഗോട്ട്. അതിനോടൊപ്പം ആ വാർത്ത പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ കേൾക്കുന്നു TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തു. എന്തിന്? പണ്ട് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന if I were a bird I would fly എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം, ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിനാണോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ പ്രധാനമന്ത്രിയുടെ അമ്മയുടെ ചാരിത്രത്തെ വരെ സംശയിച്ചവര്, അതിന് വരെ അദ്ദേഹത്തിന്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തവര്, അത്തരം മണികളൊക്കെ കിലുങ്ങിക്കൊണ്ടിരിക്കുക. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ അവരിപ്പോഴും സ്വതന്ത്രരായി നടക്കുന്നു. നീതി എല്ലാവർക്കും ഒരുപോലെയല്ലേ? ഇത് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ ഭീകരവാദികളാക്കുമോ എന്ന് ഭയന്നു പോവുകയാണ്. കാരണം ഒരു തരത്തിലും അവർ നീതിക്ക് അർഹരല്ല എന്ന ധാരണ വന്നാല് അവരെ പൂട്ടാൻ വേണ്ടിയുള്ളതാണ് ഇവിടുത്തെ ഭരണകൂടം. മർദ്ദക ഭരണകൂടമാണ്, അവരെ അടിച്ചൊതുക്കാനുള്ളതാണ്, ജിഹാദികളെ സുഖിപ്പിക്കാനുള്ളതാണ് എന്ന നിലയിൽ തുടങ്ങിയാൽ ഒരു സംശയവും വേണ്ട, മനസ്സിന്റെ ഉള്ളിൽ ഈ രോഷമൊക്കെ അകറ്റുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ, അവരുടെ ഉള്ളിൽ എങ്ങോട്ടാണത് പോവാൻ നമുക്ക് പറയാൻ സാധിക്കൂ? ശാന്തിയും സമാധാനവും മാത്രം ആഗ്രഹിക്കുന്ന ഒരു ജനത, ഓം ശാന്തി ശാന്തി എന്ന് പറഞ്ഞു പഠിച്ചൊരു ജനത, അതിനെ എനിക്ക് തള്ളി വിടരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതൊക്കെ സഹിക്കാവുന്നതിന്റെ അപ്പുറമാണ്. ടീച്ചർ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഇടത് വലതിന്റെ ഒരു സഖ്യം, ഇന്ത്യ സഖ്യത്തിന്റെ കൃത്യമായ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുകയാണ്. ഈ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അനുഭാവമുള്ളവരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുക, മറ്റ് പ്രത്യയശാസ്ത്രം ഏതായി കഴിഞ്ഞാലും അവർ ഏത് തരത്തിലുള്ള ശബ്ദമുയർത്തിയാലും അവരെ പിന്താങ്ങുന്ന സമീപനം ഒരു ഇരട്ട നീതിയാണ്. ഇടത് സർക്കാരിന്റെ കാലത്ത് എങ്ങനെയായിരുന്നോ അതേ രീതി തന്നെയാണ് ഈ VD സതീശൻ സർക്കാരും ആവർത്തിക്കുന്നത്, അല്ലേ? തീർച്ചയായും അതിനേക്കാൾ ഒരുപടി കൂടി മുന്നിൽ കടക്കാനുള്ള ശ്രമമാണ്. ഇടതുപക്ഷത്തിന്റെ സർക്കാരിനേക്കാൾ ഞങ്ങളാണ് കൂടുതൽ ഇതിന് ചാമ്പ്യന്മാര്. ഹിന്ദു വേട്ട നടത്തുന്നതില്, ദേശീയതയോട് യുദ്ധം പ്രഖ്യാപിക്കുന്നതിൽ ഞങ്ങളാണ് മുന്നില് എന്ന് പറഞ്ഞ് മത്സരിക്കുകയാണ് ഇവിടെ VD സതീശനും രമേശിനും. എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി മത്സരത്തിൽ പിന്തള്ളപ്പെട്ടത് ജിഹാദികളുടെ പിന്തുണ ഇല്ലാത്തത് കൊണ്ടാണെങ്കിൽ ആ പിന്തുണ നേടിയെടുക്കാനുള്ള ഒരു പരിശ്രമമാണോ ഇപ്പൊ ചെയ്യുന്നത് എന്ന് സംശയിച്ചു പോവുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ തനിക്ക് ജയിക്കാൻ സാധിക്കും, താനും ജിഹാദികളുടെ ഗുഡ് ബുക്കിൽ കയറും, ഇനി എങ്ങാനും VD സതീശനെ രാജിവെപ്പിച്ച് എന്നെ മുഖ്യമന്ത്രിയാക്കുമോ എന്ന മോഹത്താലാണോ രമേശ് ചെന്നിത്തല പ്രവർത്തിക്കുന്നത്, എന്ന ആഭ്യന്തരമന്ത്രി പ്രവർത്തിക്കുന്നത് എന്ന് ന്യായമായും സംശയിച്ചേ മതിയാവുള്ളൂ. കാരണം ഈ കേസിന് എന്തും പറഞ്ഞ് ആരെയും അറസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഇപ്പൊ ഞങ്ങളൊക്കെ എന്തൊക്കെ പുലഭ്യം പറയുന്നുണ്ട്, എത്ര പേരെ അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ ഒന്നെ വെട്ടിക്കൊന്നു, ഒന്നെ കുത്തിക്കൊന്നു എന്നൊക്കെ പറഞ്ഞ കേമന്മാര് മന്ത്രിമാരായി വരെയിരുന്നു. എന്റെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമല്ലേ? ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് അന്യായമാണ്, ഇത് അക്രമമാണ്, ഇത് ചോദ്യം ചെയ്തേ മതിയാകൂ എന്ന് തന്നെയാണ് പറയാനുള്ളത്.